ഇനിയും അവള് എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, എനിക്കൊരു സിസ്റ്റർലി വൈബായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ ടാസ്കിനും കാര്യങ്ങൾക്കൊക്കെ നമ്മളെ നിലപാട് പറയുന്നതാണ്. എല്ലാവർക്കും എന്നിലും ഉണ്ട് നല്ലതും ചീത്തയും, ഇല്ലാന്നില്ല. അത് നിങ്ങൾ എന്നെ കാണുന്ന പോലെ ഇരിക്കും. അനുവിലും ഉണ്ട് നല്ലതും ചീത്തയും, നൂറയിലും ഉണ്ട് നല്ലതും ചീത്തയും, എല്ലാവരിലും ഉണ്ട് അത്. പക്ഷെ നമ്മൾ ഒരാളുടെ സൈഡ് എടുക്കുന്നത് പോലെയാണ് സംഗതി ഇരിക്കുന്നത്. പക്ഷെ ചില സംഭവങ്ങളിൽ നമ്മൾ ഒരാൾ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ ഒരാളെ പറ്റി എന്താ പറയാ, അയാളുടെ ഇന്ന സൈഡ് പറയാൻ ഫോഴ്സ്ഡ് ആവുന്ന ടൈമുണ്ട്, ടാസ്കും കാര്യങ്ങളും വരുമ്പോൾ. ഇത് ഔട്ട് ഓഫ് ടാസ്ക് ആയിരുന്നു. അത് ഞാൻ ക്ലിയർലി സാഡായിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിലുണ്ടായ ഒരു സംഗതിയായിരുന്നു. ലൈക്ക് എനിക്ക് അവരുടെ സാഡ്നെസ്സിൽ ഭയങ്കര വിഷമമായിട്ട് ഇതായിപ്പോയി. ഞാനും എന്നെ ചതിക്കുകയാണോ റബ്ബെ, അങ്ങനത്തെ ഒരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അവിടെയുള്ള എല്ലാവരും എൻ്റെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട സംഗതി എന്താണെന്ന് വെച്ചാൽ, ഗെയിം ഷോ കഴിഞ്ഞാൽ എല്ലാവരും മനുഷ്യരാണ്. പിന്നെ കുറ്റം പറഞ്ഞ് അതും ഇതൊന്നുമല്ല. നമ്മൾ ഇപ്പം ഞാൻ നൂറായിരുന്നു സംസാരിക്കുന്ന സംഗതികളാണെങ്കിലും ഇങ്ങനെ ഒരു കുട്ടി കുറ്റം പറഞ്ഞു അങ്ങനെ കുറേ സംഗതികൾ ഞാൻ കണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ സ്കൂളിൽ ഫോർ എക്സാമ്പിൾ സ്കൂളിൽ ഇപ്പം എന്തെങ്കിലും സംഗതികൾ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വന്നിട്ട് നമ്മളുടെ പാരൻസിനോട് പറയും. അവിടെ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനല്ല പറയുന്നത്. അത് നമ്മുടെ പേഴ്സണൽ സ്പേസ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേഴ്സണൽ സ്പേസിൻ്റെ പക്ഷെ അത് പബ്ലിക്കിലോട്ട് പോവും എന്നതാണ് ഒരു വ്യത്യാസം വരുന്നത്. അവിടെ എനിക്ക് നൂറയ്ക്കും ഞാൻ നൂറെ വീട്ടിലിരുന്ന് ഓരോ ആൾക്കാർ ഓരോ കാര്യങ്ങൾ നമ്മുടെ ഓഫീസിൽ ഇങ്ങനെ അല്ലെങ്കിൽ അല്ലേ ഇങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ സംസാരിക്കുന്ന സാധനമാണ്. അവിടെ ക്യാമറ വരുമ്പോൾ അത് നമുക്ക് പരദൂഷണമായിട്ട് തോന്നും. പക്ഷെ അത് പരദൂഷണമല്ല. നമ്മളുടെ ഉള്ളിലുള്ള തോട്ട്സ് നമ്മൾ സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. വേറെ ഒരു സംഗതികളും ഇല്ല. അപ്പോൾ അതൊക്കെ തന്നെ